അപ്പോൾ നമുക്ക് രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടക്കുന്നു എന്ന് നമ്മൾ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ബീഹാറിൽ ഇത് വന്നപ്പോൾ നമ്മൾ അതിന്റെ ആശങ്കയെക്കുറിച്ചൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്തു. കേരളത്തിലേക്ക് വന്നപ്പോൾ കുറെ കൂടി ആശങ്ക കൂടി രാജ്യം മുഴുവൻ നടപ്പാക്കാൻ. അപ്പോൾ രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയക്രമം ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലാകും ആദ്യഘട്ടത്തിൽ SIR നടപ്പിലാക്കുക എന്നാണ് സൂചന. നവംബർ 1 കേരളത്തിൽ SIR ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. തൗഫീഖ് അസ്ലം ഡൽഹിയിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങളുമായി ചേരും. തൗഫീഖ്, ഇന്നത്തെ ദിനം പ്രധാനപ്പെട്ടതാണ് SIRന്റെ കാര്യത്തിൽ, കാരണം ആ തീയതി ഇന്നറിയാം. അപ്പോൾ ആദ്യഘട്ടത്തിൽ രാജ്യവ്യാപകമായി നടപ്പാക്കുമെന്ന് പറയുമ്പോഴും ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിരിക്കും ബീഹാർ കഴിഞ്ഞ് തുടങ്ങാനിരിക്കുന്നത്, പ്രത്യേകിച്ചും കേരളം തന്നെയായിരിക്കും എന്നൊരു സൂചനയുണ്ട്. അപ്പോൾ ആ പ്രഖ്യാപനത്തിന്റെ ഒരു രീതിയും അതിന്റെ സ്വഭാവവും എന്തായിരിക്കും, എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? സൈഫുദ്ദീൻ, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിലായിരിക്കും SIR ഇന്ന് പ്രഖ്യാപിക്കുകയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. കേരളമുണ്ടാകും. കേരളം കൂടാതെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസം, ബംഗാൾ, പുതുച്ചേരി, അതോടൊപ്പം തന്നെ ഉള്ള 5 സംസ്ഥാനങ്ങളിലാണ് ഈ SIR പ്രഖ്യാപിക്കാനായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇന്ന് വൈകുന്നേരം 4:15 നടക്കുന്ന ഡൽഹിയിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുമെന്ന് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ SIR നീട്ടിവെക്കണമെന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിൽ ആ സമയത്ത് കമ്മീഷൻ ഒരു തീരുമാനമെടുത്തിരുന്നില്ല. പിന്നീട് ആലോചിച്ചതിന് ശേഷം അറിയിക്കാം എന്നുള്ളൊരു മറുപടി മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ കേരളത്തെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എന്നുള്ള സൂചനകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തെ ഒരു സുപ്രധാനപ്പെട്ട ഒരു യോഗം നടന്നിരുന്നു. ആ യോഗത്തിലും കേരളത്തിൽ നിന്ന് ഈ സമാനമായിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, അതിനിടയിൽ SIR കൂടി വരികയാണെങ്കിൽ ഒരേ സമയം ഇത് കൊണ്ടുപോകാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് നാൾ നീട്ടിവെക്കണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചത്. എന്നാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ എന്നാണ് SIR നടപ്പാക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ നടപടികൾ എന്നാണ് ആരംഭിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരം ഇന്ന് വൈകുന്നേരം തന്നെ ലഭിക്കുകയും ചെയ്യും. ബീഹാറിൽ SIR നടപ്പാക്കിയതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ 5 സംസ്ഥാനങ്ങളിൽ കൂടി നടപ്പാക്കുക. ബീഹാറിൽ SIR നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നു. രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി SIR വ്യാപിപ്പിക്കുന്നത് എന്നതുകൂടി ഒരു പ്രത്യേകതയുണ്ട്. സുപ്രീം കോടതിയിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ തുടരുന്നു. SIRുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കേണ്ട രേഖകളിൽ വലിയ രീതിയിലുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ആധാർ കാർഡ് ഉൾപ്പെടെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും പലതരത്തിലുള്ള അവ്യക്തതകളുണ്ട്. അതിനിടയിലാണ് കമ്മീഷന്റെ വാർത്താ സമ്മേളനവും അതോടൊപ്പം തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള SIRന്റെ തീയതി പ്രഖ്യാപിക്കുന്ന ഒരു വാർത്താ സമ്മേളനം ഇന്ന് ഡൽഹിയിൽ നടക്കുന്നത്. വളരെ നിർണായകമായിട്ടുള്ളൊരു വാർത്താ സമ്മേളനം തന്നെയാണ് ഇന്ന് ഡൽഹിയിൽ ഉണ്ടാവുക. മറ്റേതെങ്കിലും സംസ്ഥാനം കൂടി പ്രഖ്യാപിക്കുമോ എന്നുള്ളൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമായിരിക്കും ഈ ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക എന്നാണ് കമ്മീഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് കേരളം ഉണ്ടാകും, അസം ഉണ്ടാകും, ബംഗാൾ ഉണ്ടാകും, പുതുച്ചേരി ഉണ്ടാകും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഇന്ന് കമ്മീഷൻ പ്രഖ്യാപിക്കുക. വൈകുന്നേരത്തോടു കൂടിയായിരിക്കും അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാവുക. ഈ രേഖകളിൽ വലിയ രീതിയിലുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരു അവ്യക്തത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൽ നിന്ന് കമ്മീഷൻ ഒരു വ്യക്തത വരുത്തുമെന്നാണ് അറിയിച്ചത്. 11 രേഖകളായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ SIR നടപ്പാക്കിയപ്പോൾ ആദ്യം മുന്നോട്ട് വെച്ചത്. അതിൽ ഈ ആധാർ കാർഡ് ഇല്ലായിരുന്നു. അതുമായി ബന്ധപ്പെട്ടായിരുന്നു പിന്നീട് സുപ്രീം കോടതിയിൽ വലിയ രീതിയിലുള്ള വാദങ്ങളും വാദപ്രതിവാദങ്ങളും നടന്നിരുന്നു. പിന്നീട് ഈ ആധാർ അംഗീകരിക്കണമെന്നുള്ളൊരു കാര്യം സുപ്രീം കോടതി തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇന്ന് കമ്മീഷൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഈ ആധാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആ വിഷയത്തിൽ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടിയിലേക്ക് കടക്കുക. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. എന്നാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ട് കേരളത്തെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണെന്നാണ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകും. അടുത്ത വർഷം, അതായത് നവംബർ 1 ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ. ഒരുപക്ഷെ 1 തന്നെയായിരിക്കും അതിന്റെ ഒരു തീയതിയായി കമ്മീഷൻ പ്രഖ്യാപിക്കാൻ പോകുന്നത്.